ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത നമസ്കാരം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ചയാണ്. ഈ ഏകാദശി ദേവശയനി ഏകാദശി എന്നും ശയനി ഏകാദശി എന്നും ശയനി ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏകാദശി വ്രതം ഇതുവരെയും എടുക്കാത്തവർക്കും ഈ ദേവശയനി ഏകാദശി വ്രതം എടുത്തുകൊണ്ട് ആരംഭിക്കാവുന്നതാണ്. ദേവശയനി ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശയനം, അതായത് ഭഗവാന്റെ യോഗനിദ്ര എന്നാണ് അർത്ഥം. ഭഗവാൻ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് ക്ഷീരസാഗരത്തിൽ യോഗനിദ്ര ആരംഭിക്കുന്നത്. ഈ യോഗനിദ്ര ചാതുർമാസം നീണ്ടു നിൽക്കുന്നതാണ്. അതായത് 4 മാസം. 4ാമത്തെ മാസമായ കാർത്തിക മാസത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നു. ഈ ദിവസത്തെ ഏകാദശി ഉത്ഥാന ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. കാർത്തിക മാസം നമ്മുടെ മലയാള മാസത്തിൽ പറയുന്നത് തുലാമെന്നാണ്. മാസം ആരംഭിക്കുന്നത് മലയാള കലണ്ടർ അനുസരിച്ച് കർക്കിടക മാസത്തിലാണ്. എന്നാൽ വൈഷ്ണവ കലണ്ടറിലാണ് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിൽ ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്നത്. അത് ചതുർമാസ വ്രത ആരംഭമാണ്. ചതുർമാസ വ്രതം അവസാനിക്കുന്നത് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ഏകാദശിയായ തുലാമാസത്തിലെ ഏകാദശി ഉത്ഥാന ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉത്ഥാന ഏകാദശിയോടുകൂടി ചതുർമാസ വ്രതം അവസാനിക്കുന്നു. ഈ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ദേവശയനി ഏകാദശിയിൽ തന്നെയാണ് ചാതുർമാസ വ്രതവും ആരംഭിക്കുന്നത്. അതായത് 4 മാസത്തിൽ വിഷ്ണു ഭഗവാനെ പൂജിക്കുന്ന വ്രതമാണ് ചാതുർമാസ വ്രതം. ഇനി ചതുർമാസ വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് പറയാം. അന്നന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. ഉപ്പ്, എരിവ്, പുളി എന്നിവ മിതമായി ഉപയോഗിക്കുക. കർക്കിടക മാസത്തിൽ ഇലക്കറികൾ ഒന്നും തന്നെ കഴിക്കരുത്. ചിങ്ങമാസത്തിൽ തൈര് അവോയ്ഡ് ചെയ്യുക. കന്നിമാസത്തിൽ പാല് കഴിക്കരുത്. തുലാമാസത്തിൽ പരിപ്പ് കഴിക്കരുത്. ഇങ്ങനെ 4 മാസങ്ങളിലായി ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. ഇങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടത്. ഇത് ഭക്ഷണരീതി. ഇനി ഭഗവാനെ പുരുഷ സൂക്ത മന്ത്രജപം നമുക്ക് ജപിക്കാവുന്നതാണ്. ഹരിനാമ കീർത്തനം പറയാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ 4 മാസങ്ങളിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം, നാരായണീയം, അങ്ങനെ ഹരിനാമ കീർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞ് ഭഗവാനെ പൂജിക്കാവുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നമുക്ക് ഈ വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ദേവശയനി ഏകാദശി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജൂലൈ 5-ാം തീയതി സന്ധ്യയ്ക്ക് 6:59 ആരംഭിച്ച് പിറ്റേ ദിവസം, അതായത് ജൂലൈ 6-ാം തീയതി രാത്രി 9:15 ഏകാദശി തിഥി അവസാനിക്കുന്നു. അപ്പോൾ ഏകാദശിക്ക് ദശമി വരുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. അന്ന് നമ്മൾ ഒരിക്കലെടുക്കുക. ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കാം. രാവിലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. രാത്രി എന്തെങ്കിലും ഗോതമ്പിലുള്ളതോ മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. 6-ാം തീയതി ഏകാദശിയാണ്. അന്ന് പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 7-ാം തീയതി തിങ്കളാഴ്ചയാണ് പാരണ വീടുന്നത്. 7-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6:09 മുതൽ 10:21 വരെയാണ് പാരണ വീടുന്ന സമയം, അതായത് വ്രതം അവസാനിപ്പിക്കുന്നത്. പാരണ വീടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ, എല്ലാ ഏകാദശിക്കും ചെയ്യുന്നത് പോലെ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്.
പാരണ വീടുന്നത് വീട്ടിൽ വെച്ചും നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ വീടിനടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാര ക്ഷേത്രങ്ങളിൽ പോയും നമുക്ക് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഇനി നമുക്ക് വ്രതം അനുഷ്ഠിക്കേണ്ട രീതി നോക്കാം. എല്ലാ ഏകാദശിക്കും പറഞ്ഞതുപോലെ വ്രതം പൂർണ്ണ ഉപവാസമായി എടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ വ്രതം അങ്ങനെ എടുക്കുവാൻ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ടതില്ല. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുത്താൽ മതി. ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, വൃദ്ധർ, രോഗികൾ ഇവരാരും തന്നെ വ്രതം നോക്കേണ്ടതില്ല. എന്നാൽ അവർ നോൺ വെജ് ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഈ 3 ദിവസങ്ങളിലും വെജിറ്റേറിയനായിരുന്ന് ഭഗവത് നാമങ്ങൾ ജപിച്ചാൽ പൂർണ്ണ ഉപവാസം എടുത്തതിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കുന്നതാണ്. ഏകാദശിക്ക് നമ്മൾ ഒഴിവാക്കേണ്ടത് പ്രധാനമായും ധാന്യങ്ങളാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, നട്ട്സ് ഇവയെല്ലാം കഴിക്കാവുന്നതാണ്. ചൗവരി, ചാമ മുതലായവയും കഴിക്കാം. എല്ലാം മിതമായി ഭക്ഷിച്ച്, അതാണല്ലോ വ്രതം എന്ന് പറയുന്നത്. ഭഗവാനോട് ഏറ്റവും അടുത്തിരിക്കുവാനായി നാം എന്താണ് ചെയ്യേണ്ടത്? ഭഗവത് നാമങ്ങൾ ജപിക്കണം. ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ഹരിനാമ കീർത്തനം ഇവയെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ദശമിക്കും ഏകാദശിക്കും ദ്വാദശിക്കും നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുതുവാൻ ശ്രദ്ധിക്കുക. ആ 3 ദിവസങ്ങളിലും ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലാവുന്നതാണ്. അതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഈ 3 ദിവസങ്ങളിലും ജപിക്കുക. ഏകാദശിക്ക് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തിയതിന് ശേഷം, നാമജപത്തിന് ശേഷം അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാര ക്ഷേത്രത്തിലും പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നമുക്ക് ദേവശൈനി ഏകാദശിയുടെ വ്രതകഥ മനസ്സിലാക്കാം. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ഭഗവാനെ, ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം എന്താണ്? അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എന്താണ് ഫലങ്ങൾ? ഇതെല്ലാം അങ്ങ് പറഞ്ഞു തന്നാലും. അപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഈ ഏകാദശിയുടെ വ്രതകഥ ഒരിക്കൽ നാരദൻ ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവ് നാരദനു പറഞ്ഞു കൊടുത്തിരുന്നു. ആ കഥയാണ് ഞാൻ അർജുന നിനക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വ്രതകഥ ബ്രഹ്മവൈവർത്ത പുരാണത്തിലും പത്മപുരാണത്തിലും പരാമർശിക്കുന്നുണ്ട്. ഭഗവാൻ ഇപ്രകാരം കഥ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. ഇഷാകു വംശത്തിലെ മാന്ധാത രാജാവ് രാജ്യം ഭരിക്കുന്ന കാലം. അദ്ദേഹം നീതിമാനും പ്രജാക്ഷേമ തൽപരനും സ്നേഹസമ്പന്നനും ദാനധർമാദികൾ ചെയ്യുന്ന രാജാവുമായിരുന്നു. അങ്ങനെ പ്രജകളെ വളരെയധികം സ്നേഹത്തോടും നീതിയോടും അവരോട് കരുണയോടുമാണ് ഈ രാജാവ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം സമ്പൽ സമൃദ്ധിയും രാജ്യത്തെ പ്രജകൾക്കെല്ലാം സൗഭാഗ്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ് സന്തോഷത്തോടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം മഴയില്ലാത്ത അവസ്ഥയായി. അത് നീണ്ട് 1 വർഷം 2 വർഷം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 3 വർഷം വരെ ആ രാജ്യത്ത് മഴയില്ലാത്ത അവസ്ഥയായി. രാജാവ് തൻ്റെ പ്രജകളും വളരെയധികം കഷ്ടപ്പെടുന്നത് കണ്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രജകളെയും രാജ്യത്തിനെയും എങ്ങനെ രക്ഷിക്കാം എന്നതായി രാജാവിൻ്റെ ചിന്ത. അങ്ങനെ രാജ്യത്ത് എങ്ങനെ മഴ പെയ്യിക്കാം എന്ന് അദ്ദേഹം ആലോചിക്കുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സേവകന്മാരുമായി കാട്ടിലേക്ക് മഹർഷിമാരെ തേടി പുറപ്പെട്ടു. അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാമല്ലോ. അങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെ കാട്ടിൽ വെച്ച് മാർക്കണ്ഡേയ മഹർഷിയുടെ പുത്രനായ അംഗിരസിനെ രാജാവും പരിവാരങ്ങളും കണ്ടുമുട്ടുന്നു. അംഗിരസ് മഹർഷിയോട് രാജാവ് തൻ്റെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അംഗിരസ് മഹർഷി ഇപ്രകാരം പറഞ്ഞു: താങ്കളുടെ രാജഭരണം വളരെ നല്ലതാണ്. എന്നാൽ അങ്ങയുടെ രാജ്യത്ത് ശൂദ്രകുലത്തിൽ ജനിച്ച ഒരാൾ തപസ് അനുഷ്ഠിക്കുന്നുണ്ട്.
ഓരോ തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ജാതി. ഓരോ ജാതിക്കും ഓരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ബ്രാഹ്മണന് വേദപഠനവും പൂജാതി കർമ്മങ്ങളും തപസ്സും പറഞ്ഞിരിക്കുന്നു. ഈ സ്ഥാനത്താണ് ഒരു ശൂദ്രൻ തപസ് അനുഷ്ഠിക്കുന്നത്. ആയതിനാൽ അങ്ങ് ഉടൻ തന്നെ ഈ ശൂദ്രനെ വധിക്കുക. ഇത് കേട്ട രാജാവ് ഞെട്ടിപ്പോയി. ഇല്ല, ഞാനൊരിക്കലും ആ പാപം ചെയ്യില്ല. അദ്ദേഹത്തെ കൊല്ലാതെ വേറെ എന്താണ് മാർഗം മഹർഷി? ഇതിനൊരു പരിഹാരം പറഞ്ഞു തന്നാലും രാജാവ് ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, എങ്കിൽ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശൈനി ഏകാദശി വിധിയാവണ്ണം വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാം ശരിയാകുമെന്ന്. ഇതനുസരിച്ച് രാജാവും പ്രജകളും ദേവശൈനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ പുണ്യഫലമായി രാജ്യത്ത് മഴ ലഭിക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രജകൾ പഴയതുപോലെ സന്തോഷത്താലും സമ്പൽ സമൃദ്ധിയോടെയും കഴിഞ്ഞു. ഇതാണ് വ്രതകഥ. അതുകൊണ്ട് ദേവശൈനി ഏകാദശി വ്രതം ഭഗവത് പ്രാർത്ഥനയോടെ അനുഷ്ഠിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. അതോടൊപ്പം എല്ലാ ഏകാദശി വ്രതത്തിൻ്റെയും പുണ്യമായി നമുക്ക് മോക്ഷവും ലഭിക്കും. ഈ വ്രതകഥ കേൾക്കുകയോ വായിക്കുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ വളരെയധികം പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വ്രതകഥ ഏകാദശിക്കും ദ്വാദശിക്ക് പാരണ വീടുന്നതിന് തൊട്ട് മുൻപായി കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നതും വളരെയധികം ശ്രേഷ്ഠമാണ്. ദ്വാദശിക്ക് പാരണ വീട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ തുളസി ദേവിക്ക് ജലം സമർപ്പിക്കാവുന്നതാണ്. എല്ലാ ഏകാദശിക്കും പറയുന്നത് പോലെ ഒന്നുകൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദശമിക്ക് തന്നെ തുളസി ഇലകൾ തുളസി ചെടിയിൽ നിന്ന് ഇറുത്തെടുക്കുക. കാരണം തുളസി ദേവി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതാണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങളിലുണ്ട് തുളസി ചെടിക്ക് ഏകാദശിക്ക് ജലം ഒഴിച്ചുകൂടാ എന്ന്. അതായത് തുളസി ദേവി വ്രതത്തിലാണ്. നെയ്ദീപം കൊളുത്തി വയ്ക്കാം, എന്നാൽ ജലം ഒഴിക്കുവാൻ പാടില്ല ഏകാദശിക്ക് തുളസി ചെടിക്ക്. ദ്വാദശിക്ക് പാരണ വീട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ തുളസി ദേവിക്ക് ജലം സമർപ്പിക്കാവുന്നതാണ്. തുളസി ഇലകൾ ഭഗവാന് ഒരു തുളസി ഇലയെങ്കിലും നമ്മൾ നൈവേദ്യം സമർപ്പിച്ചാൽ മാത്രമേ ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ. ഭഗവാന് ചെയ്യുന്ന എല്ലാ പൂജാകർമ്മങ്ങളിലും തുളസിയിലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദശമിക്ക് നമ്മൾ തുളസിയിലകൾ ശേഖരിച്ച് വയ്ക്കുക. എന്നിട്ട് ഏകാദശിക്ക് അതെടുത്ത് പൂജ ചെയ്യാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുമ്പോൾ 108 പ്രാവശ്യം 108 ഇലകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദ്വാദശിക്കും തുളസിയില ഭഗവാനെ സമർപ്പിച്ചിട്ട് തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. ദ്വാദശിക്കും ഏകാദശിക്കും തുളസിയിലകൾ തുളസി ചെടിയിൽ നിന്ന് പറിക്കരുത്. ഏകാദശി വ്രതം എടുക്കുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പുലവാലായ്മ, പീരിയഡ്സ് മുതലായവ ഉണ്ടായിരുന്നാലും നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. ഹരിനാമ കീർത്തനങ്ങൾ ഒന്നും തന്നെ പറയുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. വ്രതമായി ഇരിക്കുക, അമ്പലത്തിൽ പോകാൻ സാധിക്കില്ല, പിന്നെ വിളക്ക് കൊളുത്തി അതിന് മുമ്പിലിരുന്നും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. ഇത് 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് വ്രതം പിടിച്ച് ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലി നമുക്ക് വ്രതം പിടിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.